അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഡോക്ടർ എം കെ രാമന്റെ അറസ്റ്റ് വൈകിയതിൽ വിമർശനവുമായി ഹൈക്കോടതി. വെള്ളിയാഴ്ച കോടതി വിമർശനം ഉന്നയിച്ചതുകൊണ്ടാണ് ഇന്നത്തെ അറസ്റ്റെന്നും കോടതി വ്യക്തമാക്കി. ഇത് ശരിയല്ലെന്നും ഹൈക്കോടതി. സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാലി, നമുക്കറിയാം 3 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ റാമിനെ ഇന്നാണ് കർണാടകയിലെ കുടകിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഈ വിഷയം വെള്ളിയാഴ്ച കോടതി ഉന്നയിച്ചപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു പോലീസിനെതിരെ കോടതി ഉന്നയിച്ചത്. ഇന്നിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി വ്യക്തമാക്കിയത്? അതായത് കോടതിയും അക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. കാരണം ഇന്ന് അറസ്റ്റ് നടന്നിരിക്കുന്നു എന്ന വിവരം കോടതി അറിഞ്ഞു. പക്ഷേ അത് വെള്ളിയാഴ്ച അത്രമാത്രം വിമർശനം ഈ കോടതി പറഞ്ഞതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത് എന്നാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത്. ഇത് ശരിയായ നടപടിയല്ല. ഇന്നാണ് വിമർശിച്ചെങ്കിൽ നാളെയോ മറ്റന്നാളോ അറസ്റ്റ് ചെയ്തേനെ എന്നാണ് കോടതിയുടെ വിമർശനം. യഥാർത്ഥത്തിൽ വലിയ ഉപദ്രവമായിരുന്നു ഈ അധ്യാപകൻ ആ വിദ്യാർത്ഥിയോട് ചെയ്തത്. ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു. ഒപ്പം തന്നെ ആ മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു. പ്രതീക്ഷയായിരുന്നു കുടുംബത്തിൻ്റെത്. നിവൃത്തിയില്ലാതെ ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എം കെ റാം നിതിനെ വലിയ തോതിൽ ഉപദ്രവിച്ചു എന്ന് തന്നെ കോടതി വിമർശിക്കുകയും ചെയ്തു. തുടർന്ന് പ്രതി ഒളിവിൽ പോവുകയാണ്. പക്ഷേ പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചില്ല എന്നാണ് കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതി. അത് കോടതി ഗൗരവത്തിലെടുക്കുന്നു. ഇന്ന് രാവിലെയാണ് ഒരു ഹർജിയുമായി നിതിൻ രാജിൻ്റെ മാതാപിതാക്കൾ കോടതിയിലെത്തിയത്. അന്വേഷണം കാര്യക്ഷമമല്ല, പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നില്ല എന്നതൊക്കെയായിരുന്നു ഈ പരാതിയുടെ കാതൽ. അതാണ് കോടതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എടുത്ത് കടുത്ത വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മാത്രമല്ല, മനുഷ്യത്വം ഇല്ലാത്ത ആളുകളാണ് ഇവരൊക്കെ, ഇവരെ അങ്ങനെ തന്നെ കണക്കാക്കണം എന്നാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞത്. ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് പർപ്പസ് അക്കോംപ്ലിഷ്ഡ്, ഹി വാസ് അറസ്റ്റഡ്, തൽക്കാലം വിട്ടേക്കാം എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് കോടതി ഉദ്ദേശിച്ച ഇയാൾ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അടിയന്തരമായി. അത് നടപ്പായി. പ്രതിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. തൽക്കാലം കോടതി വിടുന്നു എന്ന് പറഞ്ഞാണ് ആ നടപടിക്രമങ്ങൾ കോടതി അവസാനിപ്പിച്ചത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസവും കേട്ടത്. അന്നും കടുത്ത വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന്, ഇതേ സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. തുടർന്നും ഒരു നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നിതിൻ രാജിൻ്റെ മാതാപിതാക്കൾ വീണ്ടും ഇന്ന് കോടതിയിലെത്തിയത്. അതിനിടെ അറസ്റ്റ് നടക്കുകയും ചെയ്തു. അപ്പോൾ കോടതി അറസ്റ്റ് വൈകിയതിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും നീതി ലഭിക്കുന്നതിനു വേണ്ടി ശക്തമായ നിലപാട് കോടതി എടുത്തു. പോലീസിനെ നിരന്തരം വിമർശിച്ചു. കോടതിയുടെ വിമർശനം ഭയന്ന് തന്നെയാണ് ഒടുവിൽ പോലീസിന് ആക്ട് ചെയ്യേണ്ടി വന്നത് എന്ന് കോടതി ഇവിടെ പറയാതെ പറയുകയാണുണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചു. ഇപ്പോൾ അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ ബാക്കി പിന്നീട് നോക്കാം എന്ന് പറഞ്ഞാണ് കോടതി നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.